We now invite Sri Saji Cherian, Honorable Minister of Culture and Youth Affairs, Government of Kerala, to garland our beloved Amma. മലയാളത്തിന് ഒരു തിലകക്കുറിയായി അമ്മയെ കേരള സർക്കാർ ആദരിക്കുന്ന ഈ വേദിയിൽ ബഹുമാനപ്പെട്ട സാംസ്കാരിക ഫിഷറീസ് യുവജനകാര്യമന്ത്രി ശ്രീ സജി ചെറിയാൻ അമ്മയെ ഹാരാർപ്പണം ചെയ്യുകയാണ്. അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. We now invite Sri Saji Cherian, Honorable Minister of Culture and Youth Affairs, Government of Kerala, to garland our beloved Amma. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് അമ്മയെ ആദരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സാംസ്കാരിക യുവജനകാര്യമന്ത്രി ശ്രീ സജി ചെറിയാൻ കേരളത്തിൻ്റെ ഈ ആദരം അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് അമ്മയോട് ആദരവോടെ പ്രാർത്ഥിക്കുന്നു. Tonight, on behalf of the Kerala government, Sri Saji Cherian, the Honorable Minister of Culture and Youth Affairs, will present Amma with a plaque in order to commemorate the silver jubilee of that historic and auspicious moment. ബഹുമാനപ്പെട്ട കേരള സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും അമൃത കുടുംബാംഗങ്ങളുടെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ശ്രീ സജി ചെറിയാനെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ സജി ചെറിയാൻ ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. അമൃതവർഷം 72 എന്ന ഈ മംഗളകരമായ ചടങ്ങിൽ കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ലോകമാകെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും വെളിച്ചം പരത്തുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അമ്മയുടെ 72ാമത് ജന്മദിനം ആഘോഷിക്കാനാണ്. അമ്മയ്ക്ക് ഞാൻ കേരളത്തിന് വേണ്ടി ജന്മദിന ആശംസകൾ അർപ്പിക്കുകയാണ്. അമ്മയുടെ ജീവിതം ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല, അത് കരുണയുടെയും നിസ്വാർത്ഥതയുടെയും സർവലൗകികമായ ഒരു ദർശനമാണ്. ജാതി മത ദേശഭേദമില്ലാതെ ഒരാലിംഗനം കൊണ്ട് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആശ്വാസവും ധൈര്യവും പകർന്നു നൽകാൻ അമ്മയ്ക്ക് കഴിയുന്നു. ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ അഭിമാനിക്കുകയാണ്. അമ്മ എല്ലാവർക്കും ആലിംഗനം കൊടുത്തപ്പോൾ എനിക്കും ഒരു ആലിംഗനം തന്നു. പക്ഷെ ആദ്യമായി ഒരാൾ അമ്മയ്ക്ക് തിരിച്ചൊരാലിംഗനം കൊടുത്തത് ഞാനാണെന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, ദുരിതാശ്വാസം തുടങ്ങി സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ കൈത്താങ്ങാകാൻ അമൃതാനന്ദമയി മഠം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്ലാഘനീയമാണ്. നമ്മുടെ നാടിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഈ പ്രവർത്തനങ്ങളിലൂടെ അമ്മ കേരളത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളെ ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഈ വേളയിൽ ഇവിടെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ചരിത്രപരമായ മുഹൂർത്തം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അമ്മ ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതിൻ്റെ 25ാമത് വാർഷികമാണ് ഇന്ന് ഇവിടെ കടന്നുപോയത്. അമ്മയ്ക്ക് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു, അഭിനന്ദനം അർപ്പിക്കുന്നു. മലയാളിക്ക് വേണ്ടിയും മലയാളത്തിന് വേണ്ടിയും എല്ലാ ഭാവുകങ്ങളും അമ്മയ്ക്ക് ഞാൻ നേരുകയാണ്. ആ പ്രസംഗം അത് പൂർണ്ണരൂപത്തിൽ ഇവിടെ കാണിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് അത് കാണാതിരിക്കരുത്. ആ പ്രസംഗം ഞാൻ പൂർണ്ണമായി കേട്ട ഒരാളാണ്. ലോകസമാധാനത്തെക്കുറിച്ചും മാനവീയതയെക്കുറിച്ചും
അമ്മയുടെ ഉത്കൃഷ്ടമായ ചിന്തകൾ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ ആഗോളവേദിയിൽ മുഴങ്ങിക്കേട്ടത് ഓരോ മലയാളിക്കും അഭിമാനമായ നിമിഷമായിട്ടാണ് ഞാനതിനെ കണ്ടത്. നമ്മുടെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെ ശക്തി ലോകത്തിനു മുമ്പിൽ തെളിയിക്കാൻ ആ പ്രസംഗം നിമിത്തമായി.